നമസ്കാരം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ശശി തരൂരിനെ മാറ്റി നിർത്തിയാൽ ഇത്രയും പരന്ന വായനയുള്ള ഒരു കോൺഗ്രസ്സുകാരൻ കേരളത്തിൽ ഉണ്ടാവില്ല. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കോളേജ് പഠനകാലത്ത് തന്നെ തുടങ്ങിയതാണ്. അത് അദ്ദേഹത്തിന്റെ തന്നെ ചില സമകാലികർ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ തൻ്റെ ഈ പരന്ന വായന തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെയോ തൻ്റെ പ്രസംഗത്തെയോ തൻ്റെ വ്യക്തിത്വത്തെയോ സ്വാധീനിക്കാൻ അദ്ദേഹം അനുവദിച്ചിട്ടില്ല. മാത്രമല്ല, വായിച്ച പുസ്തകങ്ങളിലെ ഏതെങ്കിലും ഒരു കോട്ട് അറിയാതെ പോലും തൻ്റെ പ്രസംഗത്തിനിടയിലോ സംസാരത്തിനിടയിലോ പ്രദർശിപ്പിക്കാൻ അദ്ദേഹം ഒട്ടും പരിശ്രമിച്ചിട്ടില്ല. അതൊക്കെ പോട്ടെ. കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വളരെ മൂർച്ചയേറിയ ആയുധങ്ങളുമായി ഭരണപക്ഷത്തെ ആക്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും ഏൽക്കുന്നില്ല. അദ്ദേഹം കൊണ്ടുവരുന്ന ഓരോ ആരോപണങ്ങളെയും 24 മണിക്കൂറിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയോ മറ്റാരെങ്കിലുമോ മുനയൊടിച്ച് കൊടുക്കുന്നുണ്ട്. സഹായത്തിന് മനോരമ പോലുള്ള പത്രങ്ങളുണ്ടെങ്കിലും ഏൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ടാണ് സതീശൻ ഒരു പരാജയമായി മാറുന്നത്? തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന കുഴൽനാടനെ തന്നെ കോടതി കണ്ടം വഴി ഓടിച്ചു. ആ കഥ എല്ലാവർക്കും അറിയാം. പിണറായിയെ പോലെ കരുത്തനായ ഒരു മുഖ്യമന്ത്രിയെ നേരിടാൻ വി.ഡി. സതീശനൊന്നും പോരാ എന്ന അഭിപ്രായം കോൺഗ്രസ്സുകാരുടെ ഇടയിൽ തന്നെ ഉണ്ടെന്ന് വരികയും ചെയ്തു. പലപ്പോഴും സർക്കാരിന് നേരെ ഉന്നയിക്കേണ്ട ആരോപണങ്ങൾ വി.ഡി. സതീശൻ വിടുന്നത് പിണറായി എന്ന വ്യക്തിക്ക് നേരെയാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു വ്യക്തിവൈരാഗ്യം അല്ലെ ഒരു വ്യക്തിക്കെതിരെയുള്ള ആരോപണം എന്നതിലുപരി ഒരു രാഷ്ട്രീയ ആരോപണമായി എന്ന തലത്തിലേക്ക് ഉയരാൻ അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾക്ക് കഴിഞ്ഞില്ല. അത് വെറും വ്യക്തിവൈരാഗ്യമോ ഒരു കുന്നായ്മയുടെ തലത്തിലേക്ക് താഴുകയും ചെയ്തു. അതുകൊണ്ടും കൂടിയാണ് ഈ വി.ഡി. സതീശന്റെ പല ആരോപണങ്ങളും ഫലിക്കാതെ പോകുന്നത്. രാഷ്ട്രീയ ആരോപണങ്ങൾ വെറും വ്യക്തിവൈരാഗ്യത്തിന്റെ ആരോപണങ്ങളായി മാറുമ്പോൾ അവ വെറും ഒരു അടുക്കളപ്പുറത്ത് പെണ്ണുങ്ങൾ എന്ന് പറയുന്ന ഒരു കുന്നായ്മയുടെ തലത്തിലേക്ക് താഴുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആരോപണങ്ങളുടെ മുന ഒടിഞ്ഞു പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ നിയമസഭയിലെ അതേ തുല്യത്തിൽ അല്ലെങ്കിൽ അതിന് തൊട്ടു താഴെ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ, അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ എന്നിവ വെറും ഒരു മൂന്നാംകിട രാഷ്ട്രീയക്കാരുടെ തലത്തിലേക്ക് താണു പോകുന്നു. ഒരുപക്ഷെ അദ്ദേഹം തൻ്റെ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിയെ വിമർശിക്കുമ്പോൾ കാണിച്ച ഒരു വ്യക്തിത്വം ഇന്ന് അദ്ദേഹത്തിന് ഇല്ലെന്ന് തന്നെ പറയാം. അതെന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന്, വളരെ കാലം അദ്ദേഹത്തിന്റെ കയ്യിൽ പ്രതിപക്ഷത്തിരുന്ന് അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷനിൽ നിന്നുണ്ടാകുന്ന നിലവിളികൾ പോലെയായി പോവുകയാണ് അദ്ദേഹത്തിന്റെ ഒരു ആരോപണം. ഇല്ലെങ്കിൽ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പരാജയത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ പോകുമ്പോൾ പറയുന്ന കാര്യങ്ങൾക്ക് വാസ്തവികതയില്ലാതെ വരികയും അത് കൂടുതൽ അദ്ദേഹത്തെ ജനപ്രിയനല്ലാതാക്കുകയും തീർക്കുന്നുണ്ട്. പണ്ട് കരുണാകരനെ കുറിച്ച് നമ്മുടെ ഇ.കെ. നായനാർ പറഞ്ഞിട്ടുണ്ട്, കള്ളം പറയാനും ഭക്ഷണം കഴിക്കാനും മാത്രമാണ് കരുണാകരന് വാ തുറക്കുന്നതെന്ന്. ഇന്ന് വി.ഡി. സതീശൻ ഏതാണ്ട് അതേ അവസ്ഥയിൽ തന്നെയാണ്. നുണ പറയാനും നുണഞ്ഞു കഴിക്കാനും മാത്രമാണ് അദ്ദേഹം വാ തുറക്കുന്നത് എന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. അതുതന്നെയാണ് അദ്ദേഹത്തിനെ അപ്രിയനാക്കി തീർക്കുന്ന ഒരു ഘടകവും. ഓരോ ആരോപണങ്ങളുടെയും മുനയൊടിയുമ്പോൾ പരാജിതനായി നിൽക്കുന്ന വി.ഡി. സതീശനെ കാണുമ്പോൾ എനിക്ക് അരശുമൂട്ടിൽ അപ്പുക്കുട്ടനെ തന്നെയാണ് ഓർമ്മ വരുന്നത്. പിണറായിയെ പോലെ കരുത്തനായ ഒരു ഭരണാധികാരിയെ നേരിടാൻ വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഏറെ ഗൃഹപാഠം ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ കേന്ദ്രത്തിൽ മോദിക്ക് ഒരു എതിരാളി ഇല്ലാത്തതുപോലെ തന്നെ കേരളത്തിൽ പിണറായിക്കും ഒരു എതിരാളി ഇല്ലാത്ത അവസ്ഥ തുടരണം. നന്ദി, നമസ്കാരം.